ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് രാവിലെ തന്നെ ഒരു മണി പ്ലാന്റ് ഒരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റുന്നതാണ് കാണുന്നത്. ഇത് ഞാൻ അടുക്കളയിൽ ഒരു ഭരണിയിൽ വെച്ച് വളർത്തിയ മണി പ്ലാന്റാണ്. അതിൻ്റെ വേരൊക്കെ വളർന്ന് അതിന് വളരാനൊരു സൗകര്യം ഇല്ലാത്ത രീതിയിലായി. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ടേ ഞാൻ വിചാരിക്കുന്നു ഇതിനൊരു ചട്ടിയിലോട്ട് മാറ്റണമെന്ന്. ഇന്നാണ് സമയം കിട്ടിയത്. അങ്ങനെ ചട്ടിയുടെ അടിയിൽ കുറച്ച് ചകിരിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ നല്ല വളമുള്ള നല്ല മണ്ണുണ്ടല്ലോ, നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ചെടിച്ചട്ടി നിറയ്ക്കാൻ വെച്ചേക്കുന്ന മണ്ണുണ്ട്. അത് കുറച്ചെടുത്ത് ഇതിനകത്ത് നിറച്ച് പിന്നെ മണി പ്ലാന്റും അതിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന് വെള്ളവും ആ ചകിരിയുടെ നാരൊക്കെയാണ് ഇത് വളരാൻ ഏറ്റവും നല്ലത്. പക്ഷേ കുറച്ച് വെള്ളം തോനെ ഒഴിച്ചു കൊടുക്കണം എപ്പോഴും. അപ്പോഴും നമ്മുടെ വെള്ളം ലീക്കായി അവിടെയൊക്കെ വീഴും. അതുകൊണ്ട് അതിനൊരു ഇങ്ങനെ ഷോ ചട്ടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ ചട്ടി വാങ്ങി അതിനകത്തോട്ട് അത് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് അതിനെ ഒരു വരാന്തയുടെ ഒരു സൈഡിൽ ഞാൻ വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം നോക്കി വെച്ചു. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല ദൃഢതയോടെ വളരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. അപ്പോഴാണ് വേറൊരു മണി പ്ലാന്റും അതേപോലെ തന്നെ കുപ്പിയിൽ വളരുന്നത് ഇങ്ങനെ അതിന് വളരാൻ ഒരു സൗകര്യമില്ലാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ മണി പ്ലാന്റിനെ ഞാൻ ഇതേപോലെ തന്നെ മറ്റൊരു ചട്ടിയിലാക്കി അതിനുള്ളിൽ വേറൊരു ചട്ടി, ഇതുപോലത്തെ ഷോ ചട്ടി ഉണ്ടല്ലോ, അതേപോലത്തെ കളറ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അത് ആ ചട്ടിയിലോട്ട് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് രണ്ട് സൈഡിലാക്കി വെച്ചു. അപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടി നന്നായിട്ട് വളരട്ടെ. പിന്നീട് ഇന്ന് രാവിലെ ദോശയാണ്. ദോശയുടെ ചമ്മന്തിക്കുള്ള തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് അരച്ച് ചമ്മന്തിയാണ്. സാമ്പാർ വെക്കണമെന്നൊക്കെ കരുതിയതാണ്. അപ്പോൾ നാളെ വിഷു ആണല്ലോ, അതുകൊണ്ട് നാളെ എന്തായാലും സാമ്പാറൊക്കെ വെക്കണം. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയാക്കാമെന്ന് കരുതി അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചു റെഡിയാക്കുകയാണ്. ഇന്ന് പിന്നെ ഒരുപാട് ജോലിയൊക്കെ ഉള്ളൊരു ദിവസമാണ്. നാളെ വിഷു ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ബാക്കിയുണ്ട്. അതും കൂടെ ചെയ്യണം. അപ്പോൾ എളുപ്പം ചമ്മന്തിയും ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതുപോലെ തന്നെ ഉച്ചക്കലത്തേക്കുള്ള എന്തെങ്കിലും 1-2 കറികളും കൂടെ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ക്ലീനിങ്ങിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലത്തെ റൂമൊക്കെ മോളും കൂടെ ഇന്നാൾ വന്നിട്ട് കുറച്ച് ദിവസം മുമ്പ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീട് ഇനി താഴെ ഒരു ഹാളും ബെഡ്റൂമും സിറ്റ് ഔട്ടും അതേപോലെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഒരു പയ്യൻ കുറച്ച് കൊന്നപ്പ് കൊണ്ട് തന്നത്. 3-4 പേരോട് പറഞ്ഞിട്ടുണ്ട് കൊന്നപ്പ് കിട്ടുന്നെങ്കിൽ കൊണ്ട് തരണമെന്ന്. പക്ഷേ ഇപ്രാവശ്യം കൊന്നപ്പ് കുറവാണ്. മഴയില്ലാഞ്ഞതുകൊണ്ട് നേരത്തെ എല്ലാം അങ്ങ് പൂത്ത് എല്ലാം പൊഴിഞ്ഞു പോയി. പിന്നെ കിട്ടിയത് കുറച്ച് ഒരു പയ്യൻ കൊണ്ട് തന്നതാണ്. പിന്നെ ഇത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജും കൂടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. എങ്കിലും നമ്മളെ വീട്ടമ്മമാർ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ഫ്രിഡ്ജിനകത്ത് വെക്കുമല്ലോ. അങ്ങനെ ഫ്രിഡ്ജിനകത്തിരുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളും പച്ചക്കറി പുതുതായിട്ട് വാങ്ങിയ പച്ചക്കറിയൊക്കെ അതിനകത്ത് നിറച്ച് വെച്ചു. പിന്നീട് ഇനിയിപ്പം ജനലൊക്കെ മോളും കൂടെ സഹായിച്ചു. പിന്നെ ഇത് അടുക്കളയുടെ ഷെൽഫാണ്. ഷെൽഫിലിരുന്ന ഈ അരി, ഉഴുന്ന്, പയറ്, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ച ഷെൽഫൊക്കെ തുടച്ച് ആ ടിന്നൊക്കെ കഴുകി റെഡിയാക്കിയതിന് ശേഷം നമുക്കത് നിറച്ച് വെക്കാമെന്ന് കരുതി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം വാങ്ങി വെച്ചിരുന്നതെല്ലാം കൂടെ ഇത് ശരിയാക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ തുടയ്ക്കുന്നുണ്ട്. അത്രയ്ക്ക് അഴുക്കൊന്നുമില്ല, എങ്കിലും ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. പഴയ പിന്നെ കടല അതേപോലെ പയറ് അതേപോലത്തെ അതൊക്കെ ചിലത് കേടായിരിക്കുമല്ലോ, അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് പുതിയ ടിന്നൊക്കെ കഴുകി പുതിയ പയറൊക്കെ കടലയെല്ലാം ഞാൻ അതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് 1-2 കറികൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ ചെയ്തു. അല്ലാതെ ഒരുപാട് കറികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കാൻ താമസിക്കുകയും ചെയ്യും. പിന്നീട് നമുക്കങ്ങ് ക്ഷീണം വരും, പിന്നെ ഒന്നും ചെയ്യാനും തോന്നത്തില്ല. പിന്നീട് ഇപ്പം ഭയങ്കര ചൂടും കൂടെ ആയതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ എത്രയും പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ എളുപ്പം ഇതുപോലത്തെ ജോലികളൊക്കെ ചെയ്ത് അടുക്കളയിലെ ചോറും കറിയും വെക്കുന്ന ജോലിയൊക്കെ കുറച്ചുകൊണ്ട് ഇതുപോലത്തെ ജോലികളൊക്കെ ഇന്ന് ചെയ്യാമെന്ന് കരുതി അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഹാളും പിന്നെ സിറ്റ് ഔട്ടും ഒക്കെ ഒന്നും കൂടെ ഒന്ന് തൂത്തുവാരി തുടച്ചാൽ മതി.
പിന്നെ ജനലൊക്കെ നന്നായിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടൊരു തുടച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ എല്ലാം ടിന്നുകളിലൊക്കെ നിറച്ച് വെച്ചു. ടി വിയും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ വാർത്തയൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ പാട്ടൊക്കെ ഇട്ട് കേട്ടോണ്ടിരുന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഒരു സന്തോഷവും ജോലി ചെയ്യാനൊക്കെ ഒരു ഊർജിതമൊക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുകയാണ്. സാധാരണയായിട്ട് ഇത് തൂത്തുവാരി തുടയ്ക്കാനൊക്കെ ഒരു കൊച്ച് വരുന്നതാണ്. അതിന് ഇപ്രാവശ്യം വിളിച്ചപ്പോൾ അതിന് ഒരുപാട് തിരക്കാണ്. അന്നേരം വേറൊരു വീട്ടിൽ ബുക്ക് ചെയ്തു പോയി. അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനും മോളും കൂടെ കുറച്ചൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. വലിയ അഴുക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാളൊക്കെ തുടയ്ക്കുന്നത് കൊണ്ട് അത്രയ്ക്ക് വലിയ പൊടി അഴുക്കൊന്നുമില്ല. പിന്നെ ഈ ഫാനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനാണ് പാട്. ഫാനിലൊക്കെ നമ്മളിപ്പോൾ ജനൽ കമ്പി അതൊക്കെ ഒരു തുണിയൊക്കെ ഇട്ടൊന്ന് തുടച്ചാൽ മതി. ഫാനൊക്കെ നമ്മൾ കസേരയൊക്കെ ഇട്ട് കയറി തുടച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീഴുകയൊക്കെ ചെയ്യുമെന്നൊരു പേടിയുണ്ട്. അതൊക്കെ തുടയ്ക്കുന്നതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഒരു വൃത്തിയായിട്ട് തൂത്തുവാരി തുടച്ച് എടുക്കുകയാണ്. കൊച്ചുണ്ടെങ്കിൽ പിന്നെ അത് വരുവാണെങ്കിൽ എല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ചോളും, നമുക്കൊന്നും അറിയണ്ട. എനിക്കാണെങ്കിൽ പിന്നെ ഈ ചിലന്തി വല അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ തുമ്മാൻ തുടങ്ങും. പിന്നെ മാസ്കൊക്കെ ഇട്ടുകൊണ്ട് വേണം ചിലന്തി വലയൊക്കെ അടിക്കാൻ. അതുകൊണ്ട് ഞാൻ കഴിവതും ഇതിൽ നിന്നൊക്കെ അങ്ങ് ഒഴിഞ്ഞു നിൽക്കും. പിന്നെ ഇന്ന് എന്തായാലും നാളെ വിഷുവും കൂടെ ആയതുകൊണ്ട് നമ്മളത് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വിഷു, അതേപോലെ ഓണം, പിന്നെ ഈ പൂജയിടും ആ സമയത്തൊക്കെ നല്ലതായിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു മനസ്സിന് സന്തോഷമില്ല. അതുകൊണ്ട് എത്ര വയ്യെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളിതൊക്കെ ചെയ്യുന്നതാണ് പതിവ്. പിന്നെ ഈ ചൂടേ ഉള്ളൂ, ഭയങ്കര ചൂട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നാരങ്ങ വെള്ളമോ ജ്യൂസോ ഒക്കെ കുടിച്ച് അങ്ങ് ചെയ്യുകയാണ്. പിന്നെ മോളുള്ളത് കൊണ്ട് അവളും കൂടെ ഒക്കെ സഹായിച്ച് തന്നു. പിന്നെ അവൾക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് അവൾക്ക് സമയമായി ജോലിക്ക് കയറാൻ. അങ്ങനെ അവൾ ജോലിക്ക് കയറാനായിട്ട് പോയി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തുടയ്ക്കുന്ന ജോലിയൊക്കെ ഉള്ളൂ. അന്നേരം വാർത്തയൊക്കെ കേട്ടുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 1-1:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എല്ലാം ഒന്ന് തുടച്ചിട്ടാൽ മതി. ഇപ്പം തുടയ്ക്കാൻ പിന്നെ വലിയ പാടൊന്നുമില്ല. ഇപ്പം തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങുമല്ലോ. 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് മോപ്പ് നനച്ച് തുടയ്ക്കാം. അല്ലെങ്കിൽ മറ്റേത് മഴയുണ്ടെങ്കിൽ ഇങ്ങനെ തുടച്ചാൽ അത് ഉണങ്ങിയില്ല, പിന്നെ ഫാനൊക്കെ ഇട്ട് വേണം തുടയ്ക്കാൻ. ഇത് പിന്നെ ഒന്നും വേണ്ട, അങ്ങോട്ട് തുടയ്ക്കുന്ന പാടേ ഉള്ളൂ, അപ്പോഴേ ഉണങ്ങും. അത്രയ്ക്ക് നല്ല വെയിലാണ്. അതുകൊണ്ട് തുടയ്ക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ തുടപ്പും തൂപ്പും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിഷുവിന് വേണ്ടിയിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത് കാണുമെന്ന് കരുതുന്നു. വീടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യണം. വീടൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചേക്കണം നമ്മൾ വീട്ടമ്മമാർ. എന്നാൽ മാത്രമേ വീടിന് നല്ല ഒരു ഐശ്വര്യം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ഇനിയിപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. ഇടയ്ക്കെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കണം. പിന്നീട് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നാളെ ഇനി വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു.